നിമിഷം ഇപ്പോൾ സന്ദീപ് വാര്യർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കളടക്കം ആ കലോത്സവ വേദിയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ സ്വാഗത ഗാനം സംബന്ധിച്ച് ഒരു വിവാദം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് മുസ്ലിം വേഷധാരിയായ ഒരാൾ തീവ്രവാദിയായി സ്വാഗത ഗാനത്തിൽ വന്ന് അവിടെ മറ്റുള്ളവരെ വധിക്കുന്ന ഒരു രംഗമാണ് ഈ സ്വാഗത ഗാനത്തിനകത്തുള്ളത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ അബ്ദുൾ റബ്ബ് അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെ നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് ഇത് സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? നോക്കൂ, ഈ കോഴിക്കോട്ടെ കലോത്സവം വാസ്തവത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് അവിടെ പരിപാടികളിൽ പങ്കെടുത്ത കൗമാര പ്രതിഭകളുടെ അവരുടെ കലാപ്രകടനങ്ങളെ സംബന്ധിച്ച സർഗാത്മകമായിട്ടുള്ള ചർച്ചയ്ക്കായി വേണ്ടിയിരുന്നു ഈ കലോത്സവം വേദിയാകേണ്ടിയിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ എന്തൊക്കെയാണ് കലോത്സവ വേദിയിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്നത്? ഭക്ഷണം സംബന്ധിച്ച് ജാതി, മതം, പാർട്ടി എല്ലാം തിരിച്ചുള്ള കുത്തിത്തിരിപ്പുകൾ. ഇപ്പോഴത്തെ സ്വാഗതഗാനവുമായി ബന്ധപ്പെട്ട വിവാദം വാസ്തവത്തിൽ വളരെ ദൗർഭാഗ്യകരമാണ്. ഈ കേരളത്തിലെ വളരെ മതനിരപേക്ഷ കേരളമെന്നും അല്ലെങ്കിൽ മതജാതി ശക്തികൾക്ക് ഇടം കൊടുക്കാത്ത കേരളമെന്നുമൊക്കെ വലിയ വാചക കസർത്ത് നടത്തുന്ന അതേ ആളുകൾ തന്നെയാണ് ഈ ജാതി മത വിഭജനത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇവരുടെ ഇരട്ടത്താപ്പ് ബോധ്യപ്പെടാൻ, കാപട്യം ബോധ്യപ്പെടാൻ ഈ വിവാദങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ഈ സ്വാഗതഗാനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടി വലിയ വാചക കസർത്ത് നടത്തുന്ന ആളുകളാണ് ഇപ്പോ ഈ സ്വാഗത ഗാനത്തിൽ കാണിച്ച ഒരു ആ ദൃശ്യത്തെ സംബന്ധിച്ച് വലിയ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇവിടെ നേരത്തെ പഠാൻ സിനിമയിലെ ഒരു ഗാനരംഗവുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നപ്പോൾ ഇവരുടെയൊക്കെ നിലപാട് എന്തായിരുന്നു? അവിടെ കാവി വസ്ത്രമുടുത്തത് വലിയ പ്രശ്നമായി പലർക്കും വേദനയോടുകൂടി അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തിരിച്ച് ഇവിടെ ഒരു അറബ് വസ്ത്രം ധരിച്ച ഒരാൾ, അതല്ലെങ്കിൽ അറബ് തലയെക്കെട്ടുള്ള ഒരാൾ, അങ്ങനെയാണല്ലോ അതിൽ പ്രശ്നം. അതിൽ ഏതെങ്കിലും വിവാഹത്തിന്റെ മതവുമായി അതിലെന്തെങ്കിലും സൂചനയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഗത ഗാനത്തിൽ അത്തരം ഒരു രംഗം ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത്. അത് ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇന്നത്തെ ലോക സാഹചര്യത്തിൽ തീവ്രവാദം അതല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ലോകത്തെ ഏറ്റവും മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള തീവ്രവാദികളുടെ ചിത്രം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പൊ ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ മുഖം മുന്നിലേക്ക് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രംഗം ആവിഷ്കരിച്ച സംവിധായകൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിൽ കണ്ടത് ഇത്തരം തീവ്രവാദികളുടെ മുഖമായിരിക്കണം. ആ തീവ്രവാദികളുടെ മുഖം മനസ്സിൽ വരുന്ന സമയത്ത് അവരുടെ വേഷവിധാനങ്ങളായിരിക്കും ചിത്രീകരിക്കപ്പെടുക. അതിൽ മുസ്ലിം ലീഗിന് എന്തിനാണ് അത്ര വലിയ ബുദ്ധിമുട്ട്? ഇതിൽ CPM-ന് എന്താണ് അത്ര വലിയ ബുദ്ധിമുട്ട്? നോക്കൂ, ഈ കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണ വിവാദം വന്ന സമയത്ത് അതിൽ ജാതിയും മതവും തിരിച്ച് ഇടതുപക്ഷത്തുള്ള ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒന്നും നമ്മളവിടെ കണ്ടില്ലല്ലോ. അവരൊക്കെ ആ സമയത്ത് അടുത്ത വർഷം മുതൽ നോൺ വെജ് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയും പ്ലീസ് ചെയ്യുന്നത് ആരെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ വിവാദത്തിലും ആരെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഒരു സംഘടിതമായിട്ടുള്ള, അതല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് മാത്രമേ കേരളത്തിൽ നടക്കൂ, ഞങ്ങളുടെ അജണ്ടയെ നടക്കൂ എന്ന് ചിലരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ അജണ്ടയ്ക്ക് അനുസരിച്ച് കേരളത്തിലെ ഈ സോകോൾഡ് സെക്യുലർ പാർട്ടീസും തുള്ളാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കേരളത്തെ വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് നയിച്ചിട്ടുള്ളത്. തർക്കമൊന്നും വേണ്ട. നമ്മൾ എത്ര കണ്ട് മൂടി വെക്കാൻ ശ്രമിച്ചാലും, മധുരം പുരട്ടിയിട്ടുള്ള വാക്കുകളിലൂടെ പറയാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യമായിട്ട് നിൽക്കും. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു അഭിപ്രായ ഒരു പത്രം, പ്രധാനപ്പെട്ട മാധ്യമം ഒരു അഭിപ്രായ സർവേ നടത്തിയപ്പോൾ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് മുഹമ്മദ് റിയാസും രണ്ടാം സ്ഥാനത്ത് ഷാഫി പറമ്പിലും വരുന്ന ഒരു സാഹചര്യം കണ്ടു. അതാണ് കേരളത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ചില ഫോർമുലകളിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അവരുടെയൊക്കെ അജണ്ടകൾ മാത്രമേ വിജയിക്കൂ. അവരെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ വിവാദവും അതിനനുസരിച്ച് അവർക്ക് വേണ്ടി പറയാൻ ആളുകളും ഉണ്ടാകും. മറുവശത്ത് ഒരു പാവപ്പെട്ടവൻ പച്ചക്കറി സദ്യ ഉണ്ടാക്കിയതിന്റെ പേരിൽ പോഷിക്കപ്പെടുമ്പോൾ അയാളെ കണ്ണീര് തുടയ്ക്കാൻ ഇവിടെ ഒരാളെയും കിട്ടില്ല. ഇതാണ് സമകാലിക കേരളത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം, പലർക്കും എതിരഭിപ്രായം ഉണ്ടാവാം, പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. അല്ല സന്ദീപ് വാര്യർ, അങ്ങനെ ജാതി തിരിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയാവാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് മതേതരത്വ രാജ്യം തന്നെയാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന മതേതരത്വ രാജ്യം തന്നെയാണ്. കേരളവും മതേതരത്തിന് ഏറ്റവും മുന്നോക്കം നൽകുന്ന ഒരു സംസ്ഥാനവുമാണ്. അവിടെ ഇങ്ങനെ ജാതി തിരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ നിർണ്ണയിക്കുക എന്നൊക്കെ പറയുന്നത് അത് എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ വളരെ മോശമാണ്. പക്ഷെ സാഹചര്യം അതാണ്, യാഥാർത്ഥ്യം അതാണ്.
നമുക്കത് പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം അതാണ്. ഡെമോഗ്രഫി ചേഞ്ച് ആയി കഴിഞ്ഞു. ഒരു വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ഒറ്റക്കെട്ടായി ചിലർക്ക് വേണ്ടി വോട്ട് ചെയ്യും. അത് അർഹതയുടെ അടിസ്ഥാനത്തിലല്ല. അത് മനസ്സിലാക്കണം. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ ഒന്നാമതായി വോട്ട് ചെയ്യുന്നു, ഭാവി മുഖ്യമന്ത്രി നിലയിൽ വോട്ട് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ. ആ വ്യക്തിയേക്കാൾ കൂടുതൽ അതിൽ സീനിയർ ആയിട്ടുള്ള അർഹതപ്പെട്ട എത്രയോ ബാക്കിയുള്ള ആളുകളുണ്ട്. ഇപ്പോ മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയർ ആയിട്ടുള്ള എം പി രാജേഷും സ്വരാജും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അവരുടെ ഒന്നും പേരെന്താ ഉയർന്നു വരാത്തത്? അതേ അഭിപ്രായ സർവേയിൽ തന്നെ കേരളത്തിന്റെ സൂപ്പർ സ്റ്റാറായി ദുൽഖർ സൽമാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതേ അഭിപ്രായ സർവേയിൽ തന്നെ. അത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് കേരളത്തിന്റെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തോട് മുഖം തിരിച്ചു ഞാൻ അതാ പറഞ്ഞത്. നമ്മൾ എത്രയൊക്കെ മധുരം പുരട്ടിയ വാക്കുകളിലൂടെ ഇതിനെ നേർപ്പിച്ചെടുക്കാൻ ശ്രമിച്ചാലും, അതല്ലെങ്കിൽ നമ്മൾ സ്വയം മതനിരപേക്ഷത ഏറ്റെടുത്താലും, അതല്ലെങ്കിൽ അതിന്റെ വക്താക്കളായാലും ഒന്നും കാര്യമില്ല. കേരളം അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അതാണ് കേരളത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ യാഥാർത്ഥ്യത്തോട് വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് മുഖം തിരിക്കാം, കണ്ണടച്ചു നിൽക്കാം, അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷെ പഴയിടം നമ്പൂതിരിയുടെ കണ്ണ് തുടയ്ക്കാൻ പഴയിടം മോഹനന്റെ കണ്ണ് തുടയ്ക്കാൻ അദ്ദേഹത്തിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഇവിടെ ഒരാളെയും കിട്ടില്ല. മറിച്ച് പഴയിടം മോഹനന്റെ പേരിൽ ഒരു വിവാദം ഉയർന്നപ്പോ അടുത്ത വട്ടം മുതൽ കുഴിമന്തി കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായി. അവിടെ അവിടെ ആ സാഹചര്യത്തിലും ഇരയോടൊപ്പമല്ല വേട്ടക്കാരനോടൊപ്പം നിൽക്കാനാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചത്. മറുവശത്ത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇതാ നോക്കൂ, പത്താൻ സിനിമയുടെ വിവാദം ഉയർന്നപ്പോൾ ഉണ്ടായ നിലപാടല്ല, മറിച്ച് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. ഇത് കേരളത്തിന്റെ നിലപാടല്ല എന്ന് പറയുന്നു. ഇതെന്താണ്? അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഇവരൊക്കെ നിലനിൽക്കുന്നത്? ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടേ? ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ ചിന്തിച്ച് കേൾക്കുന്ന ജനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കട്ടെ. എന്താണ് കേരളത്തിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ആലോചിക്കട്ടെ. എത്ര കാലം ഈ കപട മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും? നിങ്ങൾ ആലോചിക്കും. വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഈ വിഷയത്തിൽ